എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 4. സതീദേവി സ്വന്തം ശരീരം ത്യജിക്കുന്നു. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായം 3 നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് സതീദേവി ഭഗവാനോട് പോകാനുള്ള ആഗ്രഹം, എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ കാണാനായിട്ടും അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം ഭർത്താവിനെ അറിയിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പോയാൽ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് സതിക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അറിയിച്ചു, സ്വന്തം ബന്ധുക്കളിൽ നിന്നും ഏറ്റവും അടുത്ത ഉറ്റവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അവഗണന എന്ന് പറയുന്നത് മരണതുല്യമായ വേദനയാണ് എന്ന് വരെ ഓർമ്മിപ്പിച്ചു. അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു സതീദേവിക്ക്. അതിനുശേഷം എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ അധ്യായം 4 കാണുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച. അറിയാലോ, മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാവത് ഉക്ത്വാ വിരരാമ ശങ്കരഃ പത്ന്യാ അംഗനാശം ഹി ഉഭയത്ര ചിന്തയൻ സുഹൃത് ദിദൃക്ഷുഃ പരിശങ്കിത ഭവാത് നിഷ്ക്രാമതി നിർവിശതി ദ്വിധാ ആസ സഹ. അതായത് ഏതാവത് ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് വിരരാമ വിരമിച്ചു എന്ന് വെച്ചാൽ നിശബ്ദനായിരുന്നു എന്ന് ശങ്കരഃ ഭഗവാൻ ശങ്കരൻ. അപ്പം മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്, സതീദേവിക്ക് പോയാലുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച്, മംഗളമായി അവിടെ ഒന്നും സംഭവിക്കില്ല, മരണതുല്യമായ വേദനയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം നിശബ്ദനായിട്ട് അവിടെ ഇരുന്നു ഭഗവാൻ. അങ്ങനെ നിശബ്ദനായിരിക്കാൻ കാരണം ചിന്തയൻ, അദ്ദേഹം ചിന്തിച്ചു, പത്ന്യാ അംഗനാശം, സ്വന്തം ഭാര്യയുടെ ശരീരനാശമാണല്ലോ വരാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ പറഞ്ഞു വിട്ടാലും പറഞ്ഞു വിട്ടില്ലെങ്കിലും, ഞാൻ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും സതി പോകുമെന്ന് ഭഗവാന് മനസ്സിലായപ്പോൾ വിഷമത്തോടു കൂടിയിട്ട് സ്വന്തം പത്നിയുടെ ശരീരം നഷ്ടമാകാൻ പോവുകയാണല്ലോ, നശിക്കാൻ പോവുകയാണല്ലോ എന്നോർത്ത്, അതാണ് ഹി ഉഭയത്ര, രണ്ടും ചിന്തിച്ചു എന്ന് ഭഗവാൻ. തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും രണ്ടായാലും, അതാണ് ഉഭയത്ര, രണ്ടായാലും സതി പോകും. സതി അത് പ്രകൃതി നിശ്ചയമാണ്. സതിയുടെ ശരീരം ഇപ്പോൾ നശിക്കാറായി എന്നുള്ളത് അത് സതീദേവിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അത് ഭഗവാന് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാൻ നിശബ്ദനായിട്ടിരുന്നു. ആ സമയത്ത് സതീദേവി സുഹൃത് ദിദൃക്ഷുഃ. സുഹൃത് ദിദൃക്ഷു എന്ന് വെച്ചാൽ സ്വന്തം ബന്ധുക്കളെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഭവാത് ഭഗവാനെ പരിശങ്കിത, ഭയന്നിട്ട്, ഭഗവാൻ സമ്മതിച്ചിട്ടില്ലല്ലോ എന്നാൽ സ്വജനങ്ങളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ഭഗവാൻ അനുവദിച്ചതുമില്ല. അപ്പം ഭഗവാൻ തടഞ്ഞതിനാലുള്ള ശങ്കയുമുണ്ട് മനസ്സിൽ. അങ്ങനെ നിഷ്ക്രാമതി എന്ന് വെച്ചാൽ പുറത്തേക്ക് പോയി എന്ന്, വീടിനകത്തുനിന്ന് ഇല്ല ഞാൻ പോവും എന്ന് തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഭഗവാൻ തടഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചത്. അപ്പോൾ നിർവിശതി, വീണ്ടും തിരിച്ച് വീടിനകത്തേക്ക് തന്നെ വന്നു. അങ്ങനെ ദ്വിധ, 2 വിധത്തിൽ ആസസ, അവളുടെ മനസ്സ് കിടന്ന് ഒരു ഊഞ്ഞാല് പോലെ, ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെ മനസ്സ് കിടന്ന് ആടാൻ തുടങ്ങി എന്ന്. ഭഗവാൻ മഹാദേവൻ പോലും സർവേശ്വരൻ പോലും ആ പ്രകൃതി നിശ്ചയത്തിന് കീഴടങ്ങിയത് കണ്ടോ. ഭഗവാൻ പറഞ്ഞു ആ ദോഷം എന്താണ്, പോയാൽ ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഭഗവാൻ അറിയാം, ഞാൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സതി ഇപ്പോൾ പോകും. അവിടെ വെച്ച് നിരാശയോടുകൂടി സതി തൻ്റെ ശരീരം ത്യജിക്കും. അപ്പം സതിയുടെ ശരീരം നശിക്കാറായി എന്ന് ഭഗവാൻ അറിയാം. അത് പക്ഷെ തടയാൻ സാധിക്കില്ല. ഞാൻ തടഞ്ഞാലും ആ വിധി നിശ്ചയം നടക്കുമെന്ന് മനസ്സിലായപ്പോൾ നിശബ്ദനായിട്ടിരുന്നു
കീഴടങ്ങുന്നത്. അതാണ് പ്രകൃതിക്ക് കീഴടങ്ങുക എന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ നിശ്ചയത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. സമയമായി കഴിഞ്ഞാൽ അത് സതീദേവിക്ക് പോലും അത് തോന്നി, കണ്ടോ, അതിനെ അടക്കാൻ കഴിയാതെ തോന്നി. പോകണമെന്ന് തന്നെ ആ വിധിയിലേക്ക് എത്താൻ, കാര്യങ്ങൾ സംഭവിക്കാൻ പോകാൻ തോന്നിയത് കണ്ടോ. അതാണ് പ്രകൃതിയുടെ നിശ്ചയം. ആ നിശ്ചയത്തിന് ഭഗവാൻ കീഴടങ്ങി അങ്ങനെ നിശബ്ദനായിരുന്നു. അപ്പോൾ സതീദേവിയുടെ മനസ്സോ പോകണമെന്നുള്ള, സ്വജനങ്ങളെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം. പക്ഷെ ഭഗവാനാണെങ്കിൽ സമ്മതിച്ചതുമില്ല. അങ്ങനെ ആകെ ശങ്ക വന്നു. ആശങ്കയാൽ പോകാൻ തീരുമാനിച്ചു പുറത്തേക്ക് ഇറങ്ങി. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ വീണ്ടും വീടിനകത്തേക്ക് തന്നെ കയറി. അങ്ങനെ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ സതിയുടെ മനസ്സ് പോണോ പോകണ്ടയോ എന്നുള്ള ആശങ്കയിൽ കിടന്ന് ആടാൻ തുടങ്ങി. ശ്ലോകം 2. എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ, വേണോ, അത് ചെയ്യണോ ചെയ്യണ്ടേ, ഈ ഒരു ആശങ്ക. അത് തന്നെയാണ് സതിക്കും സംഭവിച്ചത്. ശ്ലോകം 2. സുഹൃദ് ദൃക്ഷ പരിഘാത ദുർമനഃ സ്നേഹാത് രുദതി അശ്രുകല അതിവിഹ്വല. സ്നേഹാത് രുദതി അശ്രുകല അതിവിഹ്വല. ഭവം ഭവതി അപ്രതിപുരുഷം രുഷ പ്രദക്ഷ്യതി ഇവ ഐക്ഷത ജാതവേ വധുഃ. സുഹൃദ് ദൃക്ഷ, സ്വന്തം ബന്ധുമിത്രാദികളെ കാണാനുള്ള ആഗ്രഹത്താൽ, പ്രതിഘാത, ആ ആഗ്രഹത്തിന് തടസ്സമുണ്ടായപ്പോൾ, ദുർമന, ദുഃഖിതയായി സതീദേവി. എന്നിട്ട് സ്നേഹാത് രുദതി, ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ട് രുദതി, കരഞ്ഞു. അശ്രുകല അതിവിഹ്വല, കണ്ണുനീർ ഇങ്ങനെ തുള്ളി തുള്ളിയായി വീണ് ഉടുപ്പൊക്കെ വസ്ത്രമൊക്കെ നനയാൻ തുടങ്ങി. എന്നിട്ട് ഭവം അപ്രതിപുരുഷം എന്ന് വെച്ചാൽ ആരോടും ഒരു ശത്രുതയോ മമതയോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഭവം, തൻ്റെ ഭർത്താവായ മഹാദേവനെ ഭവതി, ആ സതീദേവി രുഷ ദേഷ്യത്തോടുകൂടി പ്രദക്ഷ്യതി, അതായത് ദഹിപ്പിച്ചു കളയുന്ന ഇവ എന്ന പോലെ ഐക്ഷത ഒന്ന് നോക്കി, ജാതവേ വധു, അവളുടെ ശരീരം ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങിയെന്ന്. അതായത് അത്രയും ആഗ്രഹത്താലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മഹാദേവന് മനസ്സിലായി. എന്നിട്ടും എന്നെ തടഞ്ഞു. എന്നിട്ട് മിണ്ടാതെ നിശബ്ദനായിട്ട് ഇരിക്കുക. എല്ലാ ടെൻഷനും എനിക്ക് തന്നിട്ട് മിണ്ടാതെ നിശബ്ദനായിട്ട് അങ്ങ് ഇരിക്കുന്നു. ഞാനാണെങ്കിൽ ആകെ പോകാനുള്ള ആഗ്രഹവും ഭഗവാൻ ഇങ്ങനെ തടഞ്ഞത് കൊണ്ടുള്ള ഭയവും രണ്ടിൻ്റെയും കിടന്നിങ്ങനെ വിഷമിക്കുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയല്ലേ നിശബ്ദനായി. അത് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് സതീദേവിയുടെ ശരീരമൊക്കെ വിറച്ചു. എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ദഹിപ്പിച്ചു കളയുന്ന പോലെ ഒരു നോട്ടവും നോക്കി സതീദേവിന്ന്, ആ ആഗ്രഹം കൊണ്ട്. എന്നിട്ട് ശ്ലോകം 3 ഇറങ്ങാണ്. സതീദേവി ഭഗവാനെ വിട്ട് ഇറങ്ങാണ്. തതോ വിനിശ്വസി സതീ വിഹായതം ശോകേന രോഷേണ ച ദൂയതാ ഹൃദ പിത്രോ അഘാത് സ്ത്രൈണ വിമൂഢദീഹി ഗൃഹാൻ പ്രേംണ ആത്മന യഹ അർദ്ധം അദാത് സദാം പ്രിയഃ. തതഹ, അനന്തരം വിനിശ്വസി എന്ന് വെച്ചാൽ ഒരു ദീർഘശ്വാസം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോകാത്തേക്ക് വരെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവസാനം ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ദീർഘശ്വാസം എടുത്ത് വിട്ട് ആ സതീദേവി തം വിഹായ, ആ മഹാദേവനെ ഉപേക്ഷിച്ച് ഇറങ്ങിയെന്ന്. അവസാനം പോകാനുള്ള തീരുമാനത്തിൽ സതിയുടെ മനസ്സുറച്ചു. എന്നിട്ട് അതാണ് ആ ഒരു ദീർഘശ്വാസം വിട്ടത്. ഇതാണ് തീരുമാനം എന്ന് വിചാരിച്ച് അങ്ങനെ സതീദേവി ഭഗവാനെ ഉപേക്ഷിച്ച് ഇറങ്ങി. ശോകേന രോഷേന ചതൂയതാ ഹൃദ, സങ്കടമുണ്ട് ദേഷ്യമുണ്ട്. ഇറങ്ങി ഭഗവാന്റെ ആജ്ഞയെ ധിക്കരിച്ചിറങ്ങുന്നതിൻ്റെ സങ്കടമുണ്ട്. ഭഗവാൻ ഇതൊക്കെ എന്നെ ഇത്രയും വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് കണ്ണടച്ച് നിശബ്ദനായി ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ദേഷ്യമുണ്ട്. ഇത് രണ്ടും കൂടി വന്നിട്ടുള്ള ദൂയതാ ഹൃദ, ഇത് രണ്ടും കൂടി ബാധിച്ച ഹൃദയത്തോടു കൂടി പിത്രോഗ്രഹാൻ അഗാത്, പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് സതി പോയി. സ്ത്രൈണ വിമൂഢധി, സ്ത്രീ സഹജമായ വികാരം കൂടി നിൽക്കുന്ന സ്ത്രീ സഹജമായ മൂഢബുദ്ധി കൊണ്ട് എടുത്തു ചാടിയ ഒരു പ്രവൃത്തിയായി പോയി സതിയുടേത്. അങ്ങനെ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ആരെ ഉപേക്ഷിച്ചിട്ടെന്നാണ് ഈ പറയുന്നത്. പ്രേംന ആത്മന, നിഷ്കളങ്കമായ സ്നേഹത്താൽ ആത്മന, തൻ്റെ ശരീരത്തിൻ്റെ അർദ്ധം, പകുതിയെ, അതാത്, പകുത്തുകൊടുത്ത യഹ, ഏതൊരു ഭഗവാനെയാണോ, സദാം പ്രിയ, സജ്ജനങ്ങൾക്ക് പ്രിയനായ ആ ഭഗവാനെ ഉപേക്ഷിച്ചിട്ടാണ് സതീദേവി വിഹായ ഇറങ്ങിയത് എന്ന്. അപ്പോൾ സ്വന്തം പൂർണ്ണ വിരക്തനായിട്ടിരിക്കുന്ന മഹാദേവൻ്റെ മനസ്സ്, അങ്ങനെയുള്ള മഹാദേവൻ സതീദേവിക്ക് സ്വന്തം ശരീരത്തെ പകുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത്ര നിഷ്കളങ്കമായ ശുദ്ധമായ സ്നേഹം ഒന്നുകൊണ്ടും മാത്രമാണെന്ന്. എല്ലാത്തിൽ നിന്നും മുക്തനായി നിരുന്ന ഭഗവാൻ ഒരു കുടുംബജീവിതം വേണം എന്ന് വിചാരിച്ച് സതീദേവിക്ക് സ്വന്തം ശരീരത്തിൻ്റെ പാതി നൽകിയ അത്രയും സജ്ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ തൻ്റെ ഭർത്താവിനെ മഹാദേവനെ അവസാനം ഒരു ദീർഘശ്വാസവും വിട്ട് ഉപേക്ഷിച്ച് സതീദേവി ഇറങ്ങുക. സങ്കടം കൊണ്ട് ദേഷ്യവും കൂടി രണ്ടും കൂടി നിറഞ്ഞ മനസ്സോടുകൂടി സ്ത്രീ സഹജമായ മൂഢബുദ്ധി, അവിടെ മൂഢബുദ്ധി സ്ത്രീക്ക് മൂഢബുദ്ധി ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, സ്ത്രീക്ക് എപ്പോഴും കൂടുതൽ വികാരമായിരിക്കുമല്ലോ മുന്നിലിട്ട് നിൽക്കുക. അപ്പോൾ വിവേകപൂർവ്വം ചിന്തിക്കാൻ പറ്റില്ല. വികാരം മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ബുദ്ധി പ്രവർത്തിക്കാൻ മൂഢമായിരിക്കും, വിവേകം അവിടെ പ്രവർത്തിക്കില്ല. അങ്ങനെ മൂഢബുദ്ധിയോടുകൂടി സ്വന്തം പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് സതീദേവി ഇറങ്ങി. ശ്ലോകം 4. സതി ഇറങ്ങിപ്പോയപ്പോഴും ഭഗവാൻ സതിയെ എല്ലാ ബന്ധുമിത്രാദികളും എൻ്റെ സഹോദരിമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എല്ലാ അലങ്കാരങ്ങളും നമ്മൾ കണ്ടു. അത് അല്ലേ, വിമാനങ്ങളിൽ മുഴുവൻ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ അലങ്കാരത്തോടെ ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ എല്ലാവരും എത്തുന്നത്. അപ്പോൾ സതി ഒരിക്കലും ഒറ്റയ്ക്ക് ഇങ്ങനെ തനിച്ച് ഒരു അലങ്കാരങ്ങളും ഇല്ലാതെ തനിച്ച് ഏകാക്കിയായി പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്ന് കയറരുത് എന്ന് ഭഗവാൻ ആഗ്രഹിച്ച്, ഭഗവാന്റെ ഉള്ള ആരറിഞ്ഞു? ഭഗവാന്റെ അനുയായികളായിട്ടുള്ള അവിടെ നിന്നിരുന്ന പാർഷദന്മാർക്കറിയാം ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ ഉടൻ തന്നെ അവരെല്ലാവരും സതീദേവിയെ പിന്തുടർന്ന് ചെന്നു എന്നാണ് പറയുന്നത് ശ്ലോകം 4. താം അന്വഗച്ഛൻ ദ്രുതവിക്രമാം സതി ഏകാം ത്രിനേത്ര അനുചര സഹസ്രശഃ സപാർഷദ യക്ഷ മണിമൻ മത ആദയഃ പുരഃ വൃഷേന്ദ്ര തരസാ ഗതവ്യതഃ. താം ആ സതീദേവിയെ ദ്രുതവിക്രമം വേഗത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന, ഒറ്റയ്ക്ക് ഏകാകിയായിട്ട് വേഗത്തിൽ നടന്നു പോകുന്ന സതീദേവിയെ ത്രിനേത്ര അനുചരാം, തൃക്കണ്ണുള്ള മഹാദേവന്റെ അനുചരന്മാർ സഹസ്രശ, 1 2 പേരല്ല കേട്ടോ, ആയിരങ്ങളായിരുന്നു എന്ന്. അങ്ങനെയുള്ള മഹാദേവന്റെ ആയിരക്കണക്കിന് അനുചരന്മാർ അന്വഗച്ഛൻ അനുഗമിച്ചു എന്ന്, പിന്നാലെ ചെന്നു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ ഉള്ളിൽ അതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആയിരക്കണക്കിന് ഭഗവാന്റെ പാർഷദന്മാർ അനുചരന്മാർ സതീദേവിയുടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സതീദേവിയുടെ പിന്നാലെ ഓടിച്ചെന്നു. സഹപാർഷദ യക്ഷ, ഭഗവാന്റെ പാർഷദന്മാരും യക്ഷന്മാരും, അവരുടെ പേര് 2 പേരുടെ പേരാണ് മണിമാൻ മത ആദയ. മണിമാൻ മത തുടങ്ങിയ ഭഗവാന്റെ പാർഷദന്മാര് യക്ഷന്മാർ ഇവരെല്ലാവരും ആയിരക്കണക്കിന് പേരായിരുന്നു സതിയെ പിന്തുടർന്ന് ചെന്നത്. അതിന് ആ സേനയ്ക്ക് അനുയായികളുടെ മുന്നിൽ ആരായിരുന്നു? പുരഹ, മുന്നിൽ വൃഷേന്ദ്ര, നന്ദീശ്വരൻ മുന്നിലും നിന്നു എന്ന്. അങ്ങനെ തരസ, വളരെ വേഗത്തിൽ, ഗതവ്യത, അവര് ഒരു ഭയവും കൂടാതെ സതീദേവിയെ പിന്തുടർന്ന് അനുഗമിച്ചുകൊണ്ട് ചെന്നു എന്ന്. അപ്പൊ ഈ അനുയായികളുടെ ഈ ഭഗവാന്റെ അനുചരന്മാരുടെ നേതാവായിട്ട് മുന്നിൽ നന്ദീശ്വരൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് മണിമാൻ മത മുതലായ ഭഗവാന്റെ പാർഷദന്മാരും യക്ഷന്മാരും സതീദേവി ഒറ്റയ്ക്ക് വേഗത്തിൽ നടന്നു പോകുന്ന സതീദേവിയുടെ പിന്നാലെ ചെന്ന് ആ ദേവിയെ അനുഗമിച്ചു. ഇത്രയും അനുചരന്മാർ പിന്നാലെ അനുഗമിച്ച് ചെല്ലുക മാത്രമല്ല ചെയ്തത്, എല്ലാവിധ അലങ്കാരങ്ങളോടും കൂടിയാണ് അവർ സതീദേവിയെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് ശ്ലോകം 5. താം ശാരീക കന്തുക ദർപ്പണ അംബുജ ശ്വേത ആപത്ര ശ്വേതാദപത്ര വ്യജന ശ്രഗ് ആദിഭിഹി ഗീതായനൈഹി ദുന്ദുഭിഹി ശംഖ വേണുഭിഹി വൃഷേന്ദ്രൈഹി ആരോപ്യ വിഡങ്കിതായയുഹു. താം ആ സതീദേവിയുടെ ശാരിക, സതീദേവി ഇവിടെ ഭഗവാന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വളർത്തിയിരുന്ന ഒരു പക്ഷിയുണ്ട്, ഒരു തത്ത, അതിനെ കൈ കൊടുത്തു എന്ന് സതീദേവിയുടെ കയ്യിൽ. കന്തുക, ആ ദേവി കളിച്ചിരുന്ന പന്ത് കൊടുത്തു. ദർപ്പണം, ദേവി നോക്കിയിരുന്ന കണ്ണാടി. അംബുജം, ദേവിയുടെ കയ്യിൽ താമരപ്പൂവ്. ശ്വേതാദപത്രം, വെൺകൊറ്റ കുട ചൂടിക്കൊടുത്തു. വ്യജനം, ചാമരം വീശി. ശ്രഗ്, കഴുത്തിൽ മാല, ഹാരമിട്ട് കൊടുത്തു. ആദിബി മുതലായ അലങ്കാരങ്ങളൊക്കെ ദേവിക്ക് കൊടുത്തു. എന്നിട്ട് ഗീതായനേഹി, സംഗീതത്തിന്റെ അകമ്പടിയോടെ, ദുന്ദുബി, ചെണ്ടമേളം, ശംഖ്, അതായത് ശംഖിന്റെ വിളി, വേണുബി, വേണുനാദം, ഇവയെല്ലാമായി വൃഷേന്ദ്ര ആരോപ്യ, ഒരു വലിയ കാളയുടെ പുറത്ത് ദേവീനെ അങ്ങ് ഇരുത്തി. ആരോപ്യ എന്ന് വെച്ചാൽ ഇരുത്തിയിട്ട് വിഡങ്കിതായു, അലങ്കരിച്ചുകൊണ്ടാണ് അവർ പോയത് എന്ന്.
ഒറ്റയ്ക്ക് നടന്നു പോകാൻ അനുവദിച്ചില്ല. വലിയൊരു കാളയുടെ പുറത്ത് ദേവീനെ അങ്ങോട്ട് ഇരുത്തി ദേവിയുടെ കയ്യിൽ ദേവി വളർത്തുന്ന പക്ഷി, അതുപോലെ പന്ത്, കണ്ണാടി, താമരപ്പൂവ്, വെൺകൊറ്റക്കുട, അതുപോലെ ചാമരം, അതുപോലെ ഹാരം, കഴുത്തിൽ ഹാരം ഒക്കെ അണിഞ്ഞു കൊടുത്തു. പാട്ടും വാദ്യഘോഷങ്ങളും ശംഖനാദവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ദേവിയെ കാളപ്പുറത്ത് ഇരുത്തി അലങ്കരിച്ചു കൊണ്ടാണ് അവർ പോയത്. ഇനി പിതാവിൻ്റെ ഗ്രഹത്തിലേക്ക് ദേവി എത്തുകയാണ് കേട്ടോ. ശ്ലോകം 6 ആ ബ്രഹ്മഘോഷ ഊർജിത യജ്ഞവൈശസം വിപ്രർഷി ജുഷ്ടം വിബുധൈശ്ച സർവശഃ മൃത് ദാരു അയഃ കാഞ്ചന ദർഭ ചർമ്മഭിഃ നിസൃഷ്ടഭാണ്ഡം യജനം സമാവിശത്. മൃത് ദാരു അയഃ കാഞ്ചന ദർഭ ചർമ്മഭിഃ നിസൃഷ്ടഭാണ്ഡം യജനം സമാവിശത്. ആ ബ്രഹ്മഘോഷം അവർ ചെന്ന് കയറിയപ്പോൾ ആ യജ്ഞശാലയിൽ, ദക്ഷൻ നടത്തുന്ന യജ്ഞ മഹോത്സവമാണല്ലോ, അവിടുത്തെ അന്തരീക്ഷമാണ് പറയുന്നത്. ആ ബ്രഹ്മഘോഷം എന്നുവെച്ചാൽ എല്ലാ ദിക്കുകളിൽ നിന്നും ബ്രഹ്മഘോഷം, വൈദിക മന്ത്രങ്ങൾ, ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടുന്ന ശബ്ദം. വൈശസം എന്ന് വെച്ചാൽ മൃഗബലിയും നടത്തുന്നുണ്ട് ആ യജ്ഞത്തിൽ. അപ്പൊ അതാണ് മൃഗഹിംസ ചെയ്യുന്ന എല്ലാ ദിക്കുകളിൽ നിന്നും വേദമന്ത്രങ്ങൾ ഉരുവിടുന്ന ശബ്ദത്തോടു കൂടിയ വിപ്രർഷി ജുഷ്ടം, ബ്രാഹ്മണന്മാർ, മഹർഷിമാർ പങ്കെടുക്കുന്ന വിബുധൈഹി ച സർവശ, വിബുധൈഹി എന്ന് വെച്ചാൽ ദേവന്മാർ, സർവശ എല്ലാ സ്ഥലത്തു നിന്നുള്ള ദേവന്മാരും മഹർഷിമാരും ഒക്കെ പങ്കെടുക്കുന്ന. ഇനി മൃത് എന്ന് വെച്ചാൽ കളിമണ്ണ്, ദാരു എന്ന് വെച്ചാൽ മരത്തടി, അയഹ എന്നാൽ ഇരുമ്പ്, കാഞ്ചനം സ്വർണം, ദർഭ കുശപ്പുല്ല്, ചർമ്മഭി തോലുകൾ, ഇവയാൽ നിർമ്മിച്ച ഭാണ്ഡം എന്ന് വെച്ചാൽ യാഗത്തിന് യജ്ഞത്തിന് ആവശ്യമായ പാത്രങ്ങളും മറ്റു എന്താ പറയുക അതിന് വേണ്ട പാത്രങ്ങളും മൃഗബലിയൊക്കെ നടത്താൻ വേണ്ട ഉപകരണങ്ങൾ, ഇവയെല്ലാം യജസം, അങ്ങനെയുള്ള യജസം എന്നാൽ യാഗത്തിലേക്കാണ് സമാവിശത്. ഊർജിത യജ്ഞം എന്ന് വെച്ചാൽ അങ്ങനെ അലങ്കരിക്കപ്പെട്ട ആ യജ്ഞശാലയിലേക്ക് സമാവിശത് അവർ പ്രവേശിച്ചു എന്ന്. അപ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നും വേദമന്ത്രങ്ങൾ ഉരുവിടുന്ന ശബ്ദം, അതുപോലെ തന്നെ മൃഗബലിയും നടത്താനുള്ള സൗകര്യം ആ സ്ഥലമാക്കി വെച്ചിട്ടിരിക്കുന്നു. മഹർഷിമാരും ദേവന്മാരും എല്ലാ ഭാഗത്തു നിന്നുള്ളവരും പങ്കെടുത്തിരിക്കുന്നു. കളിമണ്ണ്, മരത്തടി, ഇരുമ്പ്, സ്വർണം, കുശപ്പുല്ല്, മൃഗത്തോലി, ഇവ കൊണ്ടൊക്കെ നിർമ്മിച്ച പാത്രങ്ങളും ഉപകരണങ്ങളുമാണ് ആ യജ്ഞത്തിന് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം കൊണ്ടും അലങ്കരിച്ചിരിക്കുന്ന വേദമന്ത്രങ്ങളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ആ യജ്ഞശാലയിലേക്കാണ് സതീദേവിയും ഭഗവാന്റെ അനുചരന്മാർ പ്രവേശിച്ചത്. ഇനി എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 7 താം ആഗതം തത്ര ന കശ്ചന അദ്രിയത് വിമാനിതാം യജ്ഞകൃതഃ ഭയാത് ജനഃ ഹൃദേ സ്വശ്രുഹു വൈ ജനനീം ച സ സാദരഃ പ്രേമാശ്രുകണ്ഡ്യഃ പരിഷസ്വജുഹു മുദാ. അതായത് താം ആ സതീദേവിയെ, ആഗതാം ആ യജ്ഞശാലയിലേക്ക് കടന്നു വരുന്ന സതീദേവിയെ, തത്ര അവിടെ, ന കശ്ചന ആദ്രിയാത്ത് എന്ന് വെച്ചാൽ ആദരപൂർവം, ന കശ്ചന ആരും പെരുമാറിയില്ല എന്നും, ഉചിതമായ ആദരവ് ആ യജ്ഞശാലയിലേക്ക് കടന്നു വന്ന സതീദേവിക്ക് ആരും കൊടുത്തില്ല. വിമാനിതാം, അങ്ങനെ മാനിക്കപ്പെടാതെ പോയി സതീദേവി. ആരെ കൊണ്ട്? യജ്ഞകൃതഃ ഭയാത് ജനഃ, യജ്ഞത്തിന്റെ കർത്താവായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദക്ഷനെ ഭയാത് ഭയന്നിട്ട് ജനഃ, അവിടെ ഇരിക്കുന്ന ദേവന്മാരോ മഹർഷിമാരോ ആരും തന്നെ സതീദേവിയെ ഉചിതമായ ആരായി വന്ന് കയറിയിരിക്കണേ അല്ലേ, അങ്ങനെയുള്ള സതീദേവിയെ ആ ദക്ഷനെ ഭയന്നിട്ട് അവിടെയുള്ള ആരും തന്നെ ഉചിതമായ രീതിയിൽ സ്വീകരിച്ചില്ല. ഹൃദേ ഒഴികേന്ന്, സ്വശ്രു സഹോദരിമാർ, വൈ ജനനി അമ്മ, ച സാദര അമ്മയും സഹോദരിമാരും ഒഴികേന്ന്. അപ്പം അവർ രണ്ടുപേരും ആദരപൂർവം പ്രേമാശ്രുകണ്ഡ്യ സ്നേഹത്തോടുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പരിഷസ്വജു കെട്ടിപ്പിടിച്ചു മുദാ സന്തോഷത്തോടെ. അപ്പം സതീദേവി കടന്നു വന്നപ്പോൾ അമ്മയും സഹോദരിമാരും പ്രസൂതിയും സതിയുടെ ആ 15 സഹോദരിമാരും സ്നേഹത്തോടുകൂടി സതിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷെ അവരൊഴികെ അച്ഛനോ മറ്റു മഹർഷിമാരോ ദേവന്മാരോ ആരും തന്നെ ഉചിതമാവണ്ണം സതിയെ സ്വീകരിച്ചില്ല. ദക്ഷന്റെ പുത്രിയാണ് സതി.
ഇതേ അഭിമാനബോധം സതിക്കും വരുമല്ലോ. അപ്പൊ സതി അതിന് തിരിച്ച് പ്രതികരിച്ചത്, അച്ഛൻ സ്വീകരിച്ചില്ലല്ലോ, പിതാവിൻ്റെ ഗ്രഹത്തിലേക്ക് വരുമ്പോൾ പിതാവ് എന്നെ സ്വീകരിച്ചില്ലല്ലോ എന്നൊരു വിഷമം സതിക്ക് അപ്പം തന്നെ തോന്നി. ശ്ലോകം 8 സൗന്ദര്യ സംപ്രശ്ന സമർത്ഥ വാർത്തയാ മാത്രാച്ച മാതൃശ്വശുഭിഃ ച സാദരം ദത്താം സപര്യാം വരമാസനം ച സ ന ആദത്ത പിത്ര അപ്രതിനന്ദിതാ സതി. സൗന്ദര്യ സഹോദരിമാർ സംപ്രശ്ന സ്വീകരിക്കുക, സമർത്ഥ വാർത്തയ ഉചിതമായി സംസാരിച്ചു. സതിയുടെ സഹോദരിമാരൊക്കെ ഉചിതമായ രീതിയിൽ സംസാരിച്ചു, സതീദേവിയെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. മാത്ര അമ്മയും അങ്ങനെ ചെയ്തു. മാതൃശ്വശുഭിഃ അമ്മയുടെ സഹോദരിമാര് അല്ലെ, അമ്മയുടെ സഹോദരിമാരായിട്ടുള്ള ദേവഹൂതി ആകൂതി അവരും സാദരം ആദരപൂർവം സതീദേവിയോട് സംസാരിച്ചു, സ്വീകരിച്ചു. ദത്താം നൽകി, സപര്യാം സൽക്കാരം അവർ വേണ്ട വിധ സൽക്കാരം സതിക്ക് നൽകി. വരം ആസനം സതിക്ക് അർഹതപ്പെട്ട ഇരിപ്പിടവും നൽകി. ചസ പക്ഷേ അവൾ ന ആദത്ത അതിനെ ഒന്നും സ്വീകരിച്ചില്ല എന്ന്. കാരണം പിത്ര അഭിനന്ദിത പിതാവ് സ്വാഗതം ചെയ്തില്ലല്ലോ, പിതാവ് സ്വീകരിച്ചില്ലല്ലോ, പിതാവ് ഒന്നും സംസാരിച്ചില്ലല്ലോ. അങ്ങനെ അത് മനസ്സിലാക്കിയ സതി അമ്മയും സഹോദരിമാരും അമ്മയുടെ സഹോദരിമാരും വേണ്ട വിധത്തിൽ സ്വീകരിച്ചു, സൽക്കരിച്ചു, ഇരിപ്പിടമൊക്കെ നൽകി, ഇരിക്കാൻ പറഞ്ഞെങ്കിലും സതി ആ അതൊന്നും തന്നെ അവരുടെ സത്കാരം ഒന്നും തന്നെ സതി സ്വീകരിച്ചില്ല. കാരണം സ്വീകരിക്കേണ്ടത് അച്ഛനായിരുന്നു. അച്ഛൻ നോക്കുന്ന പോലുമില്ല സതീദേവിയുടെ മുഖത്തേക്ക്. അതുകൊണ്ട് അച്ഛനാൽ അപമാനിക്കപ്പെട്ടപ്പോൾ സ്വാഗതം ചെയ്തില്ലല്ലോ എന്നും ഓർത്തപ്പോൾ സതി മറ്റാര് തന്ന സ്വീകരണവും സത്കാരവും സ്വീകരിച്ചില്ല. ശ്ലോകം 9 അരുദ്ര അപ്പോഴാണ് സതി കാണുന്നത് അവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ അരുദ്രഭാഗം തം ആവേക്ഷ്യ ച അധ്വരം പിത്രാച്ച ദേവേ കൃതഹേളനം വിഭോ അനാദൃത യജ്ഞ സദസി അതീശ്വരി ചുകോപ ലോകാനിവ ദക്ഷ്യതീരുഷ. അപ്പോഴാണ് സതി അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, യജ്ഞം നടത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കാണുന്നത് അരുദ്രഭാഗം. ഭഗവാൻ മഹാദേവന് യജ്ഞത്തിൻ്റെ ഭാഗം സമർപ്പിക്കേണ്ടത് അവിടെ വെച്ചിട്ടില്ല. അതാണ് ഭഗവാൻ അർഹതപ്പെട്ട യജ്ഞഭാഗം അർപ്പിക്കാത്തത്. തം ആവേക്ഷ്യ അത് കണ്ടു എന്ന് സതി. ആവേക്ഷ എന്ന് വെച്ചാൽ കണ്ടിട്ട് അധ്വരം ആ യജ്ഞശാലയിൽ മഹാദേവനുള്ള യജ്ഞഭാഗം അർപ്പിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ദേവേ കൃതഹേളനം വിഭൗ എന്ന് വെച്ചാൽ എല്ലാ ചരാചരങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ദേവേ മഹാദേവനെ പിതാവ് കൃതഹേളനം അവഹേളിച്ചു എന്ന് മനസ്സിലാക്കിയ സതീദേവി അനാദൃത അപമാനിക്കപ്പെട്ടു. യജ്ഞസദസ്സി ആ യജ്ഞസദസ്സിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അധീശ്വരി എന്ന് വെച്ചാൽ സതീദേവി ചുകോപ കോപിതയായി. ലോകാനിവ ത്രിലോകങ്ങളെയും ദക്ഷ്യതി ദഹിപ്പിച്ചു കളയുന്ന പോലെ രുഷ വിറയ്ക്കാൻ തുടങ്ങി സതീദേവി എന്ന്. ആ യജ്ഞത്തിൽ തൻ്റെ ഭർത്താവിനുള്ള ഭാഗം അവിടെ വെച്ചിട്ടില്ല മഹാദേവൻ. ത്രിമൂർത്തികളിൽ ഒരാളാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗം അവിടെ സമർപ്പിക്കാതെ ഇരിക്കുന്നത് സതീദേവി കാണുകയാണ്. അത് കണ്ടപ്പോൾ തൻ്റെ പിതാവ് ഈ ലോകത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള മഹാദേവനെ അപമാനിച്ചു എന്ന് മനസ്സിലായി. താനും ഇവിടെ ഈ യജ്ഞശാലയിൽ വന്നു കയറിയപ്പോൾ താനും അപമാനിക്കപ്പെട്ടു എന്ന് സതീദേവിക്ക് മനസ്സിലായപ്പോൾ ത്രിലോകങ്ങളെയും ദഹിപ്പിച്ചു കളയാനുള്ള അത്രയ്ക്ക് ദേഷ്യമായിരുന്നു സതീദേവിക്ക് വന്നത്. ശ്ലോകം 10 ജഗർഹ സ അമർഷ വിപന്നയാ ഗിര ശിവദ്വിഷം ധൂമപദശ്രമസ്മയം സ്വതേജസ ഭൂതഗണാൻ സമുത്തിതാൻ നിഗ്രഹീ ദേവി ജഗതഃ അഭിശൃണതഃ. ജഗർഹ എന്ന് വെച്ചാൽ ദക്ഷനെ ഇങ്ങനെ ദക്ഷനെ നേരെ ശപിക്കുന്ന വിധത്തിലുള്ള ഗിര വാക്കുകൾ സതി പറഞ്ഞു എന്ന്. സ അമർഷ വിപന്നയ സാന്ന് വെച്ചാൽ അവൾ സതീദേവി. അമർഷ വിപന്നയ എന്ന് വെച്ചാൽ കോപം കൊണ്ട് സ്വയം മറന്നുപോയ, ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ, കോപത്താൽ ദേഷ്യത്താൽ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ ദക്ഷന് നേരെ ശാപവാക്കുകളാണ് സതീദേവി തൊടുത്തുവിട്ടത്. എന്താണ് കാരണം? ധൂമപദശ്രമസ്മയം എന്ന് വെച്ചാൽ സ്മയം എന്ന് വെച്ചാൽ അഭിമാനം.
നിത്യവും യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, ധർമ്മിഷ്ഠനായി ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് സ്വയം അഭിമാനിച്ചു നടക്കുന്ന അച്ഛൻ ശിവദ്വിഷം മഹാദേവനെ ശത്രുവായി കണ്ടില്ലേ? അതുകൊണ്ട് അത് കണ്ടതുകൊണ്ട് സ്വതേജസ ഭൂതഗണാൻ സമുത്ഥിതാൻ നിഗ്രഹ്യ, സ്വന്തം തേജസ് കൊണ്ട് ഭഗവാന്റെ ഭൂതഗണങ്ങൾ പിന്നാലെ ഉണ്ടല്ലോ, അവര് സതിക്ക് ദേഷ്യം വന്ന് വിറച്ചപ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങൾ ദക്ഷനെ വധിക്കാനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരിക. അതാണ് സ്വന്തം തേജസ്സിനാൽ ഭൂതഗണങ്ങളെ സമുത്ഥിതാൻ നിഗ്രഹ്യ, തടഞ്ഞു നിർത്തിയെന്ന്. ദക്ഷനെ കൊല്ലാൻ ഇങ്ങനെ തയ്യാറെടുത്തു വരുന്ന ഭൂതഗണങ്ങളെ നിഗ്രഹ്യ, തടഞ്ഞു നിർത്തിയിട്ട് ദേവി സതീദേവി ജഗതഃ അവിടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അഭിശൃണുതഃ എല്ലാവരും കേൾക്കെ അങ്ങനെയുള്ള ശാപവാക്കുകൾ, അതാണ് ജഗർഹഗിര, ശാപവാക്കുകൾ ദക്ഷനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം സതിക്ക് ആ മഹാദേവനുള്ള യജ്ഞഭാഗം പോലും മാറ്റിവെക്കാതെ ഭഗവാനെയും തന്നെയും അപമാനിച്ചപ്പോൾ ത്രിലോകങ്ങളെയും ദഹിപ്പിച്ചു കളയാനുള്ള ദേഷ്യമാണ് വന്നത്. സതി ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ മഹാദേവന്റെ ഭൂതഗണങ്ങൾ ദക്ഷനെ വധിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ സതീദേവി സ്വന്തം ശക്തിയാൽ തേജസ്സാൽ ആ ഭൂതഗണങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ആ യജ്ഞശാലയിലുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരും കേൾക്കച്ചെ തന്നെ യാഗവും യജ്ഞവും ഒക്കെ നടത്തിയതിൻ്റെ പേരിൽ ഞാൻ ധർമ്മിഷ്ഠനാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ദക്ഷൻ മഹാദേവനെ ദ്വേഷിച്ചതിൽ സതി മനം നൊന്നിട്ട് സതീദേവി ദക്ഷനെതിരെ ശാപവാക്കുകൾ പറയുകയാണ്. സതി പറഞ്ഞ ശാപവാക്കുകൾ എന്താണെന്ന് ശ്ലോകം 11 ശ്രീദേവി ഉവാച, ദേവിയുടെ വാക്കുകൾ. ന യാസ്യ ലോക അസ്തി അതിശയാനഃ പ്രിയ തദപ്രിയഃ ദേഹഭൃതാം പ്രിയാത്മനഃ തസ്മിൻ സമസ്താത്മനി മുക്തവൈരകേ ഹൃദേ ഭവന്തം കഥമഃ പ്രദീപയേത്. ന എന്ന് വെച്ചാൽ ഇല്ല, യസ്യ ആ മഹാദേവനേക്കാൾ, ലോകേ ഈ ലോകത്തിൽ, അതിശയാന മഹാദേവനേക്കാൾ അതിശയകരമായിട്ട്, അല്ലെങ്കിൽ അതിശയാന എന്ന് വെച്ചാൽ അതിലും മഹാത്മ്യമുള്ളത്, അതിലും അതിശയിപ്പിക്കുന്നതായിട്ട് ന അസ്തി ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്നാണ് ദേവി പറഞ്ഞത്. മഹാദേവനേക്കാൾ അതിശയകരമായി അതിലും ശ്രേഷ്ഠമായി മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ വേറെ ആരും തന്നെ ഇല്ല. പ്രിയ തഥാ അപ്രിയ, ആരോടും പ്രിയമോ അതുപോലെ, തഥാ എന്ന് വെച്ചാൽ അതുപോലെ, അപ്രിയമോ വെറുപ്പോ മമതയോ ഒന്നുമില്ലാത്ത, ദേഹഭൃതാം പ്രിയാത്മന ദേഹത്തിലിരിക്കുന്ന സകല പ്രാണികൾക്കും ജീവജാലങ്ങൾക്കും പ്രിയനായിട്ടുള്ള അങ്ങനെയുള്ള തസ്മിൻ ആ മഹാദേവനെ സമസ്താത്മനി ഈ മുഴുവൻ ലോകത്തിൻ്റെയും മൂർത്തിയായിരിക്കുന്ന മുക്തവൈരകേ, അതായത് എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ ശത്രുതയിൽ, വൈരകേ എന്ന് വെച്ചാൽ ശത്രുതകളിൽ നിന്നൊക്കെ മുക്തനായി ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ ഹൃദേ ഭവന്തം, ഹൃദേ ഒഴികെ, ഭവന്തം അങ്ങൊഴികെ, കഥമഹ മറ്റാർക്കാണ് പ്രദീപയേതി ഇങ്ങനെ വെറുക്കാൻ കഴിയാന്ന് സതി ചോദിച്ചത്. ഈ ലോകത്തിൽ മഹാദേവനേക്കാൾ ശ്രേഷ്ഠമായിട്ട്, അതിനേക്കാൾ അതിശയിപ്പിക്കുന്നതായിട്ട് വേറെ ആരുമില്ല. ആരോടും പ്രത്യേക സ്നേഹമോ എന്നാൽ അപ്രിയമോ ശത്രുതയോ ഇല്ലാതെ സർവപ്രാണികൾക്കും പ്രിയങ്കരനായിട്ടുള്ള ഈ സമസ്ത ലോകത്തിൻ്റെയും ഈശ്വരനായിരിക്കുന്ന, ആരോടും എല്ലാ ശത്രുതകളിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന ആ മഹാദേവനെ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ വെറുക്കാൻ കഴിയുക എന്ന് ദക്ഷനോട് ചോദിക്കുകയാണ്. ശ്ലോകം 12 ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവഃ ഗൃഹ്ണന്തി കേചിത് ന ഭവാദൃശാ ദ്വിജ ഗുണാൻശ്ച ഫൽഗുൻ ബഹുലീകരിഷ്ണവഃ മഹത്തമാഹ തേഷു അവീദത് ഭവാൻ അകം. ദോഷാം പരേഷാം ഹി ഗുണേഷു, പരേഷാം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ, ഹി ഗുണേഷു ഗുണങ്ങളെ പോലും ദോഷമായി കാണുന്നു. ഭവാദൃശ ദ്വിജ, ഭവാദൃശ അങ്ങയെ പോലെയുള്ള ദ്വിജ ബ്രാഹ്മണന്മാർ,
ഈ യാഗയജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാനാണ് ഏറ്റവും പൂജയും നാമജപവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ, ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന മിഥ്യാഹങ്കാരത്തിൽ കഴിയുന്ന അങ്ങയെ പോലെയുള്ള ബ്രാഹ്മണർ മറ്റുള്ളവരുടെ ഗുണങ്ങളെ, നല്ല കാര്യങ്ങളിൽ പോലും ദോഷമാണ് കാണുന്നത്. ഇനി ഗൃഹ്ണന്തി എന്ന് വെച്ചാൽ കാണുന്നു, എന്നാൽ കേജിത് നഹ എന്നാൽ ചിലർ അങ്ങനെയല്ല എന്ന്. കേജിത് ചിലർ, നഹ അങ്ങനെയല്ല. അതായത് അപ്പൊ അതിന്റെ നേരെ വിപരീതം, ചിലർ മറ്റുള്ളവരുടെ ദോഷങ്ങളിൽ പോലും നന്മ കാണുന്നവരാണ്. അതാണ് അപ്പൊ അതിൻ്റെ അതാണ് കേജിത് നഹ, ചിലർ അങ്ങനെയല്ല. അവർ മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ പോലും അവരുടെ മനസ്സ് സത്യസന്ധമായി ചിന്തിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്ത അവരും എന്നെ പോലെ സത്യസന്ധമായി തന്നെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ചിലർ. ഇനി സാധവഹ സജ്ജനങ്ങളാകട്ടെ ഗുണാൻശ്ച ഫൽഗൂൻ ഒരാളിലുള്ള ചെറിയ ചെറിയ ഗുണങ്ങൾ, അതാണ് ഗുണാൻശ്ച ഫൽഗൂൻ, ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും, പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നന്മയെങ്കിലും ഉണ്ടെങ്കിൽ ബഹുലീകരിഷ്ണവഹ അതിനെ മഹത്വവൽക്കരിച്ച് കാണുന്ന മഹത്തമഹ മഹാത്മാക്കളായിട്ടുള്ള സജ്ജനങ്ങൾ ഉണ്ടല്ലോ, അവരിൽ ഒരാളാണ് തേഷു എന്ന് വെച്ചാൽ അവരിൽ ഒരാളായിട്ടുള്ള ആ മഹാദേവനെ ഭവാനെ അങ്ങ്, പിതാവിനെ വിളിക്കുകയാണ് അങ്ങ്, അഘം അവീധത് പാപം ആ ഭഗവാനിൽ അങ്ങനെയുള്ള മഹാദേവൻ ാണ് അങ്ങ് ഈ പാപമൊക്കെ കണ്ടത് എന്നും ഈ ദേഷ്യമൊക്കെ കണ്ടത്, ഈ ഒരു ദോഷം കണ്ടത് എന്നും. അപ്പോൾ അങ്ങും അതുപോലെ ഒരു ബ്രാഹ്മണനാണ്, ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു ബ്രാഹ്മണനാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അതായത് അങ്ങയെപ്പോലെയുള്ള ബ്രാഹ്മണർ യാഗയജ്ഞാദി പൂജ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ, ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന് അഹങ്കരിച്ച് ജീവിച്ച് മറ്റുള്ളവരുടെ ഉള്ളിലെ നന്മയുണ്ടല്ലോ, മാഹാത്മ്യത്തെ, അതിനെ മനസ്സിലാക്കാതെ അവരുടെ ഉള്ളിലെ ഗുണത്തിൽ പോലും ദോഷം കാണുന്നവരാണ് ഇങ്ങനെയുള്ള ബ്രാഹ്മണർ. എന്നാൽ ചിലരങ്ങനെയല്ല, മറ്റുള്ളവരുടെ ഗുണത്തിലും ദോഷത്തിലും, അപ്പോൾ ഗുണത്തെ വരെ ദോഷം കാണുന്നു ചിലർ. ഇനി ചിലരാകട്ടെ മറ്റുള്ളവരുടെ ദോഷത്തിൽ പോലും ഗുണം കാണുന്ന പാവങ്ങളുണ്ട്. എന്നാൽ സജ്ജനങ്ങൾ, മഹാത്മാക്കൾ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു നന്മയെ, അതിനെ വരെ മഹത്വവൽക്കരിച്ച് കാണുന്നവരാണ് സജ്ജനങ്ങളായിട്ടുള്ള മഹാത്മാക്കൾ. അങ്ങനെ ഒരു മഹാത്മാവാണ് മഹാദേവൻ. ആ മഹാദേവനിലാണ് അങ്ങ് ഇത്രയും വലിയ പാപങ്ങളൊക്കെ കണ്ടത്, തെറ്റ് കണ്ടത്, അങ്ങ് ദോഷം കണ്ടത് ആ മഹാദേവനിലാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഗുണങ്ങളെ പോലും ദോഷമായി കാണുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്നവനാണല്ലോ അങ്ങ് എന്ന് പിതാവിനോട് പറയുകയാണ്. ശ്ലോകം 13. എന്നിട്ട് പറയാണ് അതിൽ വലിയ ആശ്ചര്യമൊന്നും ഇല്ല എന്ന്. അതാണ് ന ആശ്ചര്യമേതത് യത് അസത്സു സർവദാ, ന ആശ്ചര്യമേതത് യത് അസത്സു സർവദഃ മഹത് വിനിന്ദ ഗുണപാത്മവാദിഷു സ ഈർഷ്യം മഹാപുരുഷപാദപാംസുഭിഃ നിരസ്ത തേജസു തത് ഏവ ശോഭനം. ന ആശ്ചര്യം ഏതത് അതിൽ വലിയ ആശ്ചര്യമില്ല, യത് അസത്സു ആരാണോ ആ ദുർജനങ്ങൾ, സർവദ അവരെപ്പോഴും മഹത് വിനിന്ദ മഹാത്മാക്കളെ നിന്ദിച്ചുകൊണ്ടിരിക്കും, ഗുണപാത്മവാദിഷു ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ച് ആത്മാവിനെ അറിയാതെ ജീവിക്കുന്ന ദുർജനങ്ങളാണ് അവര്. അതാണ് ഗുണപാത്മവാദിഷു, ശരീരമാണ് ഞാൻ എന്ന് കരുതി ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന അസത്തുക്കളായിട്ടുള്ള ദുർജനങ്ങൾ എപ്പോഴും മഹാത്മാക്കളെ നിന്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങ് അങ്ങനെയുള്ള ഒരാളാണ് പിതാവ്. അതുകൊണ്ടാണ് അങ്ങ് മഹാദേവനിൽ ഈ ദോഷം കണ്ടത്. അതിൽ വലിയ അതിശയമൊന്നുമില്ല, അങ്ങയെപ്പോലുള്ളവർ അങ്ങനെയേ ചെയ്യൂ എന്ന്. സാ ഈർഷ്യം, അങ്ങയെപ്പോലെയുള്ളവരുടെ ഉള്ളിലുള്ള ഈ ഈർഷ്യ, ഈ മറ്റുള്ളവരോട് വെച്ച് പുലർത്തുന്ന ഈ ശത്രുത, അതുകൊണ്ട് മഹാപുരുഷ പാദപാംസുഭിഃ മഹാപുരുഷന്മാരുടെ, മഹത് വ്യക്തികളുടെ പാതാരവിന്ദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന പൊടിയും ഉണ്ടല്ലോ, ആ ധൂളികൾ അത് കിട്ടാതെ, അതായത് മറ്റുള്ളവരുടെ മഹാത്മ്യം അംഗീകരിച്ചാലല്ലേ നമ്മൾ ഈ പാദധൂളികൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പാദത്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയെ ശിരസിൽ ഏൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പാദധൂളി നമ്മൾ ഏൽക്കുക എന്ന് പറയുന്നത്.
ആ പാദ നമസ്കാരം ചെയ്യുന്നത് തന്നെ ഗുരുവായി കണ്ടുകൊണ്ട് പാദ നമസ്കാരം ചെയ്യുന്നത് ആ ബുദ്ധിയാണ്, അങ്ങ് നൽകുന്ന ബുദ്ധിയാണ് എന്നിൽ പ്രവർത്തിക്കേണ്ടത്, എൻ്റെ ബുദ്ധിയല്ല, ഗുരുവാണ് ആ ബുദ്ധിയായിരിക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് ആ ശിരസ് കൊണ്ട് പാദത്തിൽ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം ചെയ്തതിൻ്റെ പ്രതീകമായിട്ടാണ് ആ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി ശിരസിൽ ഏൽക്കുന്നത്. അതാണ് അത് ഏൽക്കാൻ ഭാഗ്യമില്ലാന്ന്. കാരണം മഹാത്മാക്കളുടെ മഹാത്മ്യം അംഗീകരിക്കില്ലല്ലോ, നിന്ദിക്കല്ലേ ചെയ്യുക. ഞാനാണ് വലിയ ധർമ്മിഷ്ഠൻ എന്ന അഹങ്കാരത്തിലിരുന്ന് ആ മഹത്തുക്കളുടെ മഹാത്മ്യത്തെ അറിയാതെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിരസ്ത തേജസ, തേജസ് മുഴുവൻ നഷ്ടപ്പെട്ടവരായി തത് ഏവ ശോഭനം, അങ്ങനെയായി അവര് മാറുന്നു, ക്ഷയിച്ചു പോകുന്നു എന്ന്. മനസ്സിലായോ? അതാ പറഞ്ഞത്. അങ്ങയെപ്പോലെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്നവര് ഈ യാഗവും പൂജയും യജ്ഞവും ഒക്കെ നടത്തി ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന് അഹങ്കരിക്കുമ്പോൾ അതിനപ്പുറം ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് അപ്പുറമുള്ള പരമസത്യത്തെ അറിഞ്ഞ മഹാത്മാക്കളുടെ മഹാത്മ്യത്തെ അവർ കാണില്ല. കാരണം ഞാനാണ് വലിയവൻ, ധർമ്മിഷ്ഠൻ എന്നാണ് ഈ ചിന്തിക്കുന്നത്. അപ്പൊ ആ മഹാത്മ്യത്തെ കാണാതെ അവരെ നിന്ദിക്കുമ്പോൾ അവരുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ധൂളി ശിരസിലേറ്റ് അങ്ങനെ പരിശുദ്ധമാവാനുള്ള ഭാഗ്യമില്ലാന്ന്. പാദ നമസ്കാരം ചെയ്യില്ലല്ലോ, ഈഗോലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ തേജസ് നഷ്ടപ്പെട്ടവരായി അങ്ങയെപ്പോലെയുള്ളവർ ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുക. ശ്ലോകം 14. യത് ദ്വി അക്ഷരം നാമ ഗിരാ ഈരിതം നൃണാം സകൃത് പ്രസംഗാത് അഘം ആശുഹന്തി തത് പവിത്ര കീർത്തിം തം അലംഘ്യ ശാസനം ഭവാൻ അഹോ ദ്വേഷ്ടി ശിവം ശിവേതരഃ. ഏതൊരു ദ്വി അക്ഷരം, ഏതാണോ ആ രണ്ടക്ഷരം, ശി വ, അതാണ് ആ ദ്വി അക്ഷരം. ഈ രണ്ടക്ഷരം നാമ, ഈ രണ്ട് നാമം, നൃണാം, ഏതൊരു നൃണാം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യരാണോ ഗിരായീരിതം വെറുതെ ഉച്ചരിക്കുന്നത്, സകൃത് ഒരിക്കലെങ്കിലും, പ്രസംഗാത് അവരുടെ ഹൃദയത്തിൽ തട്ടിയിട്ട്, അതോടെ അഘം അവരുടെ മുഴുവൻ പാപങ്ങളും, ആസു വളരെ പെട്ടെന്ന് തന്നെ, ഹന്തി തത് നശിച്ചു പോകുന്നു എന്ന്. ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യമെങ്കിലും വെറുതെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, ഒന്നും ആഗ്രഹിക്കാതെ വെറുതെ അവൻ്റെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ശി വ എന്ന രണ്ടക്ഷരം ഉച്ചരിക്കുകയാണെങ്കിൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അതോടെ കഴുകിക്കളയപ്പെടുന്നു. അത്രയ്ക്കും പവിത്ര കീർത്തി, പരിശുദ്ധമായ കീർത്തിയുള്ള അലംഘ്യ ശാസനം, ലംഘിക്കാൻ കഴിയാത്ത ശാസനം, ആരുടെ ആജ്ഞയാണോ മറ്റാർക്കും ലംഘിക്കാൻ കഴിയാത്തത്, അങ്ങനെ ആരുടെ ആജ്ഞയാണോ ആർക്കും ലംഘിക്കാൻ കഴിയാത്തതായിട്ടുള്ളത്, തം അങ്ങനെയുള്ള ഭഗവാനെ, ശിവം ആ ശിവനെ, ദ്വേഷിച്ചു, ഭവാൻ അങ്ങ്, അഹോ, അഹോ എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണ്, ശിവേതരം അമംഗള, അതായത് അശുഭമായിട്ട്, ശിവനെ അശുഭമായി കണ്ട് ശിവനെ വെറുക്കുന്നുവല്ലോ പിതാവേ അങ്ങ് എന്ന് പറഞ്ഞിട്ട് കഷ്ടം തന്നെ എന്ന് പറയാണ് സതീദേവി. ഭഗവാന്റെ ഭർത്താവിൻ്റെ മഹാത്മ്യാണ് സതീദേവി പറയുന്നത്. അവിടെ തന്നെ പരിഗണിക്കണം എന്ന് പറയുന്നേ ഇല്ല. മഹാദേവനുള്ള യജ്ഞഭാഗം മാറ്റിവെക്കാതെ കണ്ടപ്പോഴാണ് സതീദേവിക്ക് സഹിക്കാൻ പറ്റേണ്ടത്. ആ ഒരു സ്ഥാനം അവിടെ കൊടുക്കാതായപ്പോൾ. അപ്പോൾ ശിവ എന്ന രണ്ടക്ഷരം വെറുതെ എങ്കിലും ഒരു പ്രാവശ്യം ഉള്ളിത്തട്ടി ഉച്ചരിക്കുന്നതിൻ്റെ മുഴുവൻ പാപവും കഴുകിക്കളയപ്പെടുന്നു എന്ന്. അത്രയ്ക്കും പരിശുദ്ധമായ കീർത്തിയുള്ള, ആരാലും ലംഘിക്കാൻ കഴിയാത്ത ആജ്ഞകളോടുകൂടി ആ മഹാദേവനെ ആണല്ലോ പിതാവേ അങ്ങ് ഇങ്ങനെ വെറുത്തു പോകുന്നത്, കഷ്ടം കഷ്ടം എന്ന് സതീദേവി പറയുകയാണ്. ശ്ലോകം 15. യത് പാദപത്മം മഹദാം മനഃ ലിപിഹി നിഷേവിതം ബ്രഹ്മരസ ആസവ അർത്തിഭിഹി ബ്രഹ്മരസ ആസവ അർത്തിഭിഹി ലോകസ്യ യത് വർഷതി ച ആശിഷഃ അർത്തിനഃ തസ്മൈ ഭവാൻ ദ്രുഹ്യതി വിശ്വബന്ധവേ. യത് പാദപത്മം, ആരുടെ പാദപത്മമാണോ, മഹതാം മഹാത്മാക്കൾ, മനഃ അലിബി മഹാത്മാക്കളുടെ മനഃ മനസ്സാകുന്ന, അലിബി വണ്ടുകൾ ആരുടെ പാദപത്മത്തിലാണോ നിഷേവിതം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ മുഴുകി കഴിയുന്നത്, ബ്രഹ്മരസ ആസവ അർത്തിഭിഹി ബ്രഹ്മാനന്ദമാകുന്ന ആ അമൃത് കിട്ടാൻ വേണ്ടിയിട്ട്,
പരമാനന്ദമാകുന്ന ആ പരമാത്മാവിനെ, ഭഗവാനെ അനുഭവിച്ചറിയുന്ന ആ പരമാനന്ദമാകുന്ന അമൃത് നുണയാൻ വേണ്ടി ആരുടെ പാദപത്മങ്ങളിലാണോ ശരണാഗതി അടഞ്ഞ മഹാത്മാക്കളുടെ മനസ്സാകുന്ന വണ്ട് ഇങ്ങനെ ലയിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള അതോടൊപ്പം ലോകസ്യ, ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും യദ് വർഷതി ആശിഷഃ, എന്താഗ്രഹിച്ചാലും അർത്തിനഃ, അതവർക്ക് നൽകി അനുഗ്രഹിക്കുന്ന തസ്മൈ, അപ്രകാരമുള്ള ആ മഹാദേവനെ ഭവാൻ ദ്രുഹ്യതി, അങ്ങ് പിതാവേ അങ്ങ് ഇങ്ങനെ വെറുത്തുവല്ലോ, വിശ്വബന്ധവേ, വിശ്വത്തിൻ്റെ മുഴുവൻ ബന്ധുവാണെന്ന്, സകല ജീവസത്തക്കളുടെയും ബന്ധുവായിട്ടുള്ള ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശരണാഗതി അടയുമ്പോഴാണോ പരമാനന്ദ രസത്തെ നുകരാൻ സാധിക്കുന്നത്, അതിനായിക്കൊണ്ട് മഹാത്മാക്കളും മഹർഷിമാരൊക്കെ അവരുടെ മനസ്സ് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ കൊണ്ട് സമർപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അവരെന്താണോ അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടത് അതെല്ലാം അവർക്ക് നൽകി അനുഗ്രഹിക്കുന്ന മുഴുവൻ ജീവസത്തക്കളുടെയും ബന്ധുവായിട്ടുള്ള എൻ്റെ ഭർത്താവ് മഹാദേവനെയാണല്ലോ ഭഗവാനെ പിതാവേ അങ്ങ് ഇങ്ങനെ ദ്വേഷിക്കുന്നത്, വെറുക്കുന്നത് കഷ്ടമാണല്ലോ എന്ന് സതി പറയുകയാണ് കേട്ടോ. ഇനി ഇന്നത്തെ അവസാന ശ്ലോകം 16. കിം വാ ശിവാക്യം അശിവം ന വിദുഹു ത്വദ് അന്യേ ബ്രഹ്മാദയഃ തം അവകീര്യ ജടാ ശ്മശാനേ തദ് മാല്യ ഭസ്മ നൃഗപാലി അവസത് പിശാചൈഃ യേ മൂർധഭിഃ ദദതി തച്ചരണാവസൃഷ്ടം. കിം വാ ശിവാക്യം അശിവം ന വിദുഹു ത്വദന്യേ ബ്രഹ്മാദയ തം അവകീര്യ ജടാഃ ശ്മശാനേ തദ് മാല്യ ഭസ്മ നൃഗപാലി അവസത് പിശാചൈഃ യേ മൂർധഭിഃ ദദതി തദ് ചരണാവസൃഷ്ടം. കിം വാ, രണ്ടും, ശിവാക്യം, ശിവൻ എന്നു പേരും ഉള്ള ആ ഭഗവാനിൽ അശിവം, അശിവം എന്ന്, അങ്ങനെ രണ്ട് പേര്, ത്വദ് അന്യേ, ത്വദ് അന്യേ എന്ന് വെച്ചാൽ അങ്ങല്ലാതെ മറ്റാരും ന വിദു പറഞ്ഞിട്ടില്ല എന്ന്. ആ മഹാദേവൻ അശുഭകാരിയാണ്. ശിവൻ എന്നത് നാമത്തിൽ മാത്രമുള്ളൂ, ശരിക്ക് അശിവമാണ് നീ എന്നൊക്കെ പറഞ്ഞില്ലേ, ദക്ഷനെന്ന് അപമാനിച്ചില്ലേ. അതാണ് ഈ പറയുന്നത്, അങ്ങല്ലാതെ മറ്റാരും ആ മഹാദേവനെ, ആ ശിവൻ എന്ന് പേരുള്ള ആ മഹാദേവനെ അശിവം, അമംഗളകാരി എന്ന് പറഞ്ഞിട്ടില്ല. ബ്രഹ്മാദയ, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർ പോലും തം അവകീര്യ, അതായത് ആ ഒരു തം ആ മഹാദേവനെ, അവകീര്യ എന്ന് വെച്ചാൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ജടകളോടുകൂടിയ, ശ്മശാനെ, ശ്മശാനത്തിൽ വസിക്കുന്ന, തത് മാല്യ, മനുഷ്യന്റെ തലയോടുകൊണ്ട് മാലയുണ്ടാക്കിയിട്ട, ഭസ്മ നൃഗപാലി, ഭസ്മമാകെ പൂശിയ, അവസത് പിശാചെ, പിശാചുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആ മഹാദേവനെ യേ, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ആരൊക്കെയാണോ മൂർധഭി ദദതി, അവരുടെ ശിരസ് കൊണ്ട് വെക്കുന്നത്, തത് ചരണാവസൃഷ്ടം, ആ മഹാദേവന്റെ കാൽപാദങ്ങളിലാണ് അവരുടെ ശിരസ് വെച്ച് നമസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാദേവനെയാണ് അങ്ങ് അശിവം എന്ന് വിളിച്ചത്. അത് അങ്ങല്ലാതെ മറ്റാരും അങ്ങനെ വിളിച്ചിട്ടില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ ദേവന്മാരും, അങ്ങ് പറഞ്ഞില്ലേ ജടയൊക്കെ വളർത്തി വൃത്തിയില്ലാണ്ട് ശ്മശാനത്തിൽ വസിക്കുന്നവെന്നൊക്കെ, അങ്ങനെ ശ്മശാനത്തിൽ വസിക്കുന്ന പിശാചുകളാൽ ചുറ്റപ്പെട്ട, ഭസ്മം പൂശിയ, തലയോടിൻ്റെ മാലയിട്ട, അതുപോലെ ജട വളർത്തി ചിതറിക്കിടക്കുന്ന മുടിയോടുകൂടി ആ മഹാദേവന്റെ പാതാരവിന്ദങ്ങളിലാണ് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ ദേവന്മാരും ശിരസ്സുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള ആ മഹാദേവനെയാണ് അങ്ങ് അശിവം എന്ന് വിളിച്ച് അപമാനിച്ചത്. അങ്ങല്ലാതെ മറ്റാരും ന വിദു, അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല എന്ന് പറയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ.